Hi all, welcome to Competitive Cracker. നമ്മൾ ഇന്ന് വന്നേക്കുന്നത് K3 സംസ്കൃതത്തിന്റെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോണ ടൈം ടേബിളിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ CC-യിൽ കൃത്യമായിട്ടുള്ള ടൈം ടേബിളും റിവിഷൻ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകളും ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നടത്തുന്നുണ്ടാവുക. നിങ്ങളെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് തയ്യാറെടുത്ത് നല്ല കോൺഫിഡൻസോട് കൂടി നിങ്ങളെ പരീക്ഷയ്ക്ക് റെഡിയാക്കി വിടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ 90 ദിവസത്തെ ടൈം ടേബിൾ ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കറിയാം B.Ed കൂടി ഉണ്ടെങ്കിൽ നമുക്ക് K4 അപ്ലൈ ചെയ്യുന്ന പോലെ ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് K4 അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ K3 അങ്ങനെ അല്ല അല്ലേ, B.Ed കൂടി ഉണ്ടെങ്കിലേ നമുക്ക് K3 അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ K3ക്ക് നമുക്ക് കുറച്ച് പോർഷൻസ് K4 തന്നെയാണ് സിലബസ് വരുന്നതെങ്കിലും ചില ഭാഗങ്ങള് കുറച്ചധികം അതായത് പഠിക്കാനുണ്ട് അല്ലേ. ഇപ്പൊ ഭാഷാശാസ്ത്രത്തിന്റെ ഭാഗത്താണെങ്കിലും അതുപോലെ തന്നെ സാഹിത്യശാസ്ത്രത്തിലേക്ക് വരുമ്പോഴാണെങ്കിലും കുറച്ച് ഭാഗങ്ങൾ നമുക്ക് അധികമായിട്ട് പഠിക്കാനുണ്ട്. ബാക്കിയൊക്കെ വൃത്തം അലങ്കാരം ഇവിടെ നമുക്ക് സെപ്പറേറ്റ് എടുത്തു പറയുന്നില്ല, ഇന്ന വൃത്തം പഠിച്ചാൽ മതി ഇന്ന അലങ്കാരം പഠിച്ചാൽ മതി എന്ന് നമുക്ക് K3ക്ക് സെപ്പറേറ്റ് എടുത്തു പറയുന്നില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് K3 പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന്, അതായത് B.Ed കൂടി ഉള്ളവരാണ് ഇത് എഴുതുന്നത്. അപ്പൊ ഭാഷാശാസ്ത്രത്തിന്റെയും ശിക്ഷണ വിധികളെ പറ്റിയിട്ട് കുറച്ചുകൂടി ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ സംസ്കൃത സാഹിത്യത്തിലേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ സാഹിത്യശാസ്ത്രത്തിലേക്ക് വരുമ്പോഴും മറ്റ് ശാസ്ത്ര ശാഖകളും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ടൈം ടേബിളിലേക്ക് കടക്കാം. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ദിവസം നമ്മൾ ഭാഷാവഗമനത്തെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഭാഷയെ പറ്റിയിട്ടും ഭാഷാ ഗോത്രത്തെ പറ്റിയിട്ടും ഒക്കെയാണ് ഒന്നാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത്. രണ്ടാമത്തെ ദിവസം ഭാഷാബോധന തത്വങ്ങൾ, നമുക്കറിയാം അല്ലെ, കുറച്ച് തത്വങ്ങൾ ടെക്നിക്കുകൾ പഠിക്കാനുണ്ട്. ആ 2, 3, 4 ദിവസങ്ങളിൽ നമ്മൾ ഈ ടെക്നിക്കുകളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അഞ്ചാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ സംസ്കൃത ശിക്ഷണ വിധികളിൽ പാഠശാല പദ്ധതിയെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആറാമത്തെ ദിവസം നമ്മൾ ഭണ്ഡാർക്കർ പദ്ധതിയെ പറ്റി പഠിക്കും. അതുപോലെ ഏഴാമത്തെ ദിവസം പാഠപുസ്തക പദ്ധതി പഠിക്കും. ഓരോ പദ്ധതികൾ പഠിക്കുമ്പോഴും നമ്മൾ ആ പദ്ധതി എന്താണ്, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ട് വേണം പോവാൻ. അതുപോലെ തന്നെ എട്ടാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ സമന്വയ പദ്ധതിയെ പറ്റിയിട്ട് പഠിക്കുന്നു. അതിനുശേഷം 9ാമത്തെ ദിവസം നമ്മൾ ഏതെങ്കിലും പോർഷൻസ് പെൻഡിങ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ നമ്മൾ കവർ ചെയ്യുന്നു. 10ാമത്തെ ദിവസം നമ്മൾ ഭാഷാ പഠന സമുപഗമഃ സങ്കലിത ശിക്ഷ, ഈ 2 വിഷയങ്ങളെ പറ്റിയിട്ട് പഠിക്കുന്നു. 11ാമത്തെ ദിവസം നമ്മൾ ഇവാലുവേഷൻ അല്ലെ, മൂല്യനിർണ്ണയത്തെ പറ്റിയിട്ട് പഠിക്കുന്നു. 12ാമത്തെ ദിവസം നമ്മൾ ഇത് ഫുള്ള് റിവൈസ് ചെയ്യുന്നു. അതായത് നമ്മളിപ്പോ പഠിച്ചിട്ടുള്ള പോർഷൻസ് മുഴുവൻ റിവിഷൻ നടത്തുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മോക്ക് ടെസ്റ്റും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് ഓരോ മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് മുമ്പ് ചോദിച്ചിട്ടുള്ള എല്ലാ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എടുത്തിട്ട് നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളെല്ലാം വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള മോഡൽ എക്സാംസും മോക്ക് ടെസ്റ്റുകളും ഒക്കെയാണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ 13ാമത്തെ ദിവസം നമ്മൾ ഭാഷാശാസ്ത്രത്തെ ബേസ് ചെയ്തിട്ടുള്ള, നമ്മൾ പഠിച്ച ഏരിയാസിനെ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ് നടത്തും. അതിനുശേഷം നമ്മൾ പിന്നീടുള്ള പോർഷൻസ്, അതായത് ആ ഒരു ഭാഷാശാസ്ത്രത്തെ പറ്റിയിട്ടുള്ള ബാക്കിയുള്ള പോർഷൻസ് കുറച്ചധികം നമുക്ക് K3ക്ക് പഠിക്കാനുണ്ടല്ലേ, ആ പോർഷൻസ് എല്ലാം നമ്മൾ പഠിച്ചു പോകും. പിന്നെ നമ്മൾ അങ്ങനെ പഠിച്ചിട്ട് നമ്മൾ ഭാഷാശാസ്ത്രമൊക്കെ കഴിഞ്ഞിട്ട് 34ാമത്തെ ദിവസം നമ്മൾ സംസ്കൃത സാഹിത്യശാസ്ത്രത്തിലെ സാഹിത്യ സിദ്ധാന്തങ്ങളെ പറ്റിയിട്ട് പഠിക്കുന്നു. അപ്പം നമുക്കറിയാം അല്ലെ, 8 സിദ്ധാന്തങ്ങളും അതിന്റെ ആചാര്യന്മാര് ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കാറുണ്ടല്ലേ. അപ്പോൾ ആ ഒരു ഭാഗമാണ് 34ാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത്. 35ാമത്തെ ദിവസം ഈ ഒരു സംസ്കൃത ശാസ്ത്രം സാഹിത്യം എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിൽ നിന്ന് കുറച്ചധികം നമുക്ക് K4-നെക്കാട്ടിയും കുറച്ചുകൂടി കൂടുതൽ കുറച്ച് ഏരിയാസ് നമുക്ക് ന്യായവും വേദാന്തവും ഒക്കെ കുറച്ചുകൂടി ഒന്ന് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ആ ഒരു ഏരിയ ആണ് ഞാനിവിടെ പറഞ്ഞു പോകണം. 35ാമത്തെ ദിവസം നമ്മൾ 35, 36 ദിവസങ്ങളിൽ നമ്മൾ തർക്കസംഗ്രഹം ടെക്സ്റ്റ് ആണ് പഠിക്കുന്നത്. 37ാമത്തെ ദിവസവും 38ാമത്തെ ദിവസവും നമ്മൾ ജ്യോതിഷ ശാസ്ത്രമാണ് പഠിക്കുന്നത്. 39, 40 ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള മഹാകാവ്യങ്ങളും പഞ്ചമഹാകാവ്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട് അല്ലെ. അത് കൂടാതെയുള്ള മറ്റു മഹാകാവ്യങ്ങള്, ഖണ്ഡകാവ്യങ്ങള്, ചരിത്രകാവ്യങ്ങള്, ഗദ്യകാവ്യങ്ങള്, അങ്ങനെയുള്ള മറ്റ് കാവ്യങ്ങളെ പറ്റിയിട്ടുള്ള പഠനമാണ് 39, 40 ദിവസം നടക്കുന്നത്. പിന്നെ നമ്മൾ 41ാമത്തെ ദിവസത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ന്യായശാസ്ത്രത്തെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ന്യായശാസ്ത്രത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ നമ്മൾക്ക് അറിയാലേ, പ്രാചീന്യായം, നവ്യന്യായം ഉണ്ട്. രണ്ടിന്റെയും ബേസ് ചെയ്തിട്ടുള്ള ഗ്രന്ഥങ്ങള്, അതിന്റെ ഓദർ, പ്രധാനപ്പെട്ട
അതിൽ വരുന്ന പോയിന്റുകൾ, നമ്മുടെ പ്രമാണങ്ങൾ ഏതൊക്കെയാണ്, ഓരോന്നിന്റെ ലക്ഷണം, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ, ഹേത്വാഭാസങ്ങളൊക്കെ പറയുന്നുണ്ടാവും. അങ്ങനെ ന്യായശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് തർക്കസംഗ്രഹം നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. അത് കൂടാതെ മറ്റ് ടെക്സ്റ്റുകളെ പറ്റിയിട്ടുള്ള ഒരു അവബോധവും കൂടി ആ ഒരു ഏരിയയിൽ നമുക്ക് കിട്ടുന്നുണ്ടാവും. പിന്നെയോ 42ാമത്തെ ദിവസം നമ്മൾ വേദാന്തത്തെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ വേദാന്തം നമ്മൾ ദർശനങ്ങൾ ഓൾറെഡി പഠിക്കുന്നുണ്ടാവും. അത് കൂടാതെ വേദാന്ത ദർശനത്തിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങള്, പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ആ ഒരു ദിവസം പഠിച്ചു പോകും. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും പോർഷൻസ് പെൻഡിങ് ആക്കിയിട്ടുണ്ടെങ്കിൽ 43ാമത്തെ ദിവസം ഈ പെൻഡിങ് പോർഷൻസ് നമ്മൾ കവർ ചെയ്യും. അതിനുശേഷം 44ാമത്തെ ദിവസം ഈ ഒരു സംസ്കൃത സാഹിത്യവും ശാസ്ത്രം ഈ ഒരു ഭാഗത്തിന്റെ റിവിഷൻ, 45ാമത്തെ ദിവസം നമ്മൾ മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ടാവും. എന്നിട്ട് ഇതുവരെ പഠിച്ചിട്ടുള്ള മൊത്തം ഭാഗത്തിന്റെയും ഒരു ടോട്ടൽ റിവിഷൻ നമ്മൾ 46ാമത്തെ ദിവസം നടത്തുന്നു. അതിനുശേഷം നമ്മളൊരു മോഡൽ എക്സാമും നടത്തുന്നുണ്ടാവും, ഒരു മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ടാവും. ഇങ്ങനെ നമ്മൾ അവസാനം ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് വീണ്ടും ഒന്നും കൂടി റിവിഷനൊക്കെ നടത്തി നമ്മൾ 90ാമത്തെ ദിവസം നമ്മുടെ ഫൈനൽ മോഡൽ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. അതായത് നമ്മൾ നിങ്ങൾക്ക് ഫൈനൽ ഒരു മോഡൽ എക്സാം, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറേ മോക്ക് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടാവില്ലേ. അത് കൂടാതെ മോഡൽ എക്സാം ഒന്നല്ല, നമ്മൾ 4 മോഡൽ എക്സാം നടത്തിയിട്ടാണ് അവസാനം 90ാമത്തെ ദിവസം വീണ്ടും ഒരു മോഡൽ എക്സാം നിങ്ങൾക്ക് ഫൈനൽ ആയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് തരാൻ വേണ്ടിയിട്ട്, നമ്മൾ നിങ്ങളെ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ 90ാമത്തെ ദിവസം ഒരു മോഡൽ എക്സാം, ഫൈനൽ ആയിട്ട് ഒരു മോഡൽ എക്സാം കൂടെ നടത്തുന്നുണ്ടാവും. അങ്ങനെ 90 ദിവസത്തെ ടൈം ടേബിൾ അനുസരിച്ചാണ് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് CC-യിൽ K3 സംസ്കൃതത്തിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്കറിയാം അല്ലെ, ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ 90 ദിവസത്തെ കൃത്യമായിട്ടുള്ള ടൈം ടേബിളോട് കൂടി കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകൾ നടത്തി റിവിഷനും നടത്തിയിട്ട്, അതുപോലെ മെന്റർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട്, ഡെയിലി ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇത്തരത്തിലുള്ള വളരെ മികച്ച രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ താല്പര്യമുള്ളവരെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി 8589083568 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്